നമ്മുടെയൊക്കെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന എന്നാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു അദൃശ്യമായ ഔഷധത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരുപക്ഷേ ഏറ്റവും വലിയ രോഗശാന്തിയുടെ താക്കോല് മറ്റെവിടെയുമല്ല, നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെയാണെങ്കിലോ? നമുക്ക് ഈ ആശയത്തിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം. ഈ ഒരു ചോദ്യം നമ്മളെ ശരിക്കും ഒന്നിരുത്തി ചിന്തിപ്പിക്കും, അല്ലേ? ലോകത്തിലെ ഏറ്റവും ഫലപ്രദമായ എന്നാൽ ഒരു രൂപ പോലും ചെലവില്ലാത്ത ഒരു മരുന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? നമ്മൾ എപ്പോഴും പുറമേയുള്ള പരിഹാരങ്ങൾ തേടിപ്പോകുമ്പോൾ ഒരുപക്ഷെ നമ്മൾ അറിയാതെ പോകുന്ന ഒരു വലിയ സത്യമായിരിക്കാം ഇത്. അപ്പോൾ ഈ ആന്തരിക ഔഷധത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ നമുക്ക് സാധാരണയായി നേരിടുന്ന ഒരു പ്രശ്നത്തിൽ നിന്ന് തുടങ്ങാം. എന്തുകൊണ്ടാണ് ഇത്രയധികം വില കൂടിയ മരുന്നുകളും ആധുനിക ചികിത്സകളുമൊക്കെ ഉണ്ടായിട്ടും ചില അസുഖങ്ങൾ പൂർണ്ണമായി ഭേദമാകാത്തത്? എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത്? ഇതിന്റെ ഉത്തരം ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നതിലും ലളിതമായിരിക്കും. നമ്മൾ എപ്പോഴും പുറത്തുനിന്നുള്ള ചികിത്സകളിൽ മാത്രം ശ്രദ്ധിക്കുമ്പോൾ ആ ചികിത്സയോടൊപ്പം ചേർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മൾ അങ്ങ് മറന്നുപോവാണ്. അതാണ് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ അദൃശ്യമായ ഊർജം. അപ്പോ ഈ ഒരു ആന്തരിക ശക്തിയെ എങ്ങനെ ഉപയോഗിക്കാം? അതിനെ സഹായിക്കുന്ന 3 അടിസ്ഥാന തത്വങ്ങളുണ്ട്. നമുക്കതിനെ ഡയമണ്ട് സൂത്രങ്ങളെന്ന് തന്നെ വിളിക്കാം, കാരണം അത്രയ്ക്ക് വിലപിടിപ്പുള്ള ആശയങ്ങളാണിവ. അതിലാദ്യത്തേത് സ്വാധീനത്തിന്റെ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. നെഗറ്റീവായിട്ടുള്ള ഒന്നിന് അല്ലെങ്കിൽ ഒരു മോശം വൈദ്യുതിക്ക് നമ്മളെ മോശമായി ബാധിക്കാൻ കഴിയുമെങ്കിൽ പിന്നെന്തുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ഒരു പോസിറ്റീവ് എനർജിക്ക്, ഒരു നല്ല വൈദ്യുതിക്ക് നല്ല ഫലങ്ങൾ നൽകിക്കൂടാ? തീർച്ചയായും സാധിക്കും. ഇതാണ് രോഗശാന്തിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു തത്വം. ഓക്കെ, അപ്പോൾ ഈ നല്ല വൈദ്യുതി അല്ലെങ്കിൽ രോഗശാന്തി നൽകുന്ന ഈ ഊർജം നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? അതാണ് അടുത്ത ചോദ്യം. നമുക്ക് രണ്ടാമത്തെ ഡയമണ്ട് സൂത്രത്തിലേക്ക് കടക്കാം. അത് നിങ്ങളുടെ ശക്തിയുടെ കേന്ദ്രം എവിടെയാണെന്ന് കൃത്യമായി പറഞ്ഞുതരും. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു അത്ഭുതം തോന്നാം, പക്ഷേ രോഗങ്ങളെ സുഖപ്പെടുത്താനുള്ള നിങ്ങളുടെ ആ ഒരു അവിശ്വസനീയമായ ശക്തി കേന്ദ്രീകരിച്ചിരിക്കുന്നത് നിങ്ങളുടെ കൈപ്പത്തികളിലും വിരൽത്തുമ്പുകളിലുമാണ്. അതെ, ഇതാണ് നിങ്ങളുടെ ആന്തരിക വൈദ്യുതിയുടെ ഒരു പവർ ഹൗസ്. രണ്ടാമത്തെ സൂത്രം ഈ ആശയത്തിന് ഒന്നുകൂടി അടിവരയിടുന്നു. രോഗശാന്തിക്കുള്ള ശക്തി കൈപ്പത്തികളിലും വിരൽത്തുമ്പുകളിലും ധാരാളമായുണ്ട്. അത് എവിടെയാണോ ആവശ്യം അവിടെ ഉപയോഗിക്കണം. ശരി, പക്ഷേ ഈ ശക്തിയെ നമുക്ക് എങ്ങനെയാണ് പ്രായോഗികമായി ഉപയോഗിക്കാൻ കഴിയുക? ഇത് വളരെ ലളിതമായ ഒരു പ്രക്രിയയാണ്. ഒന്നാമതായി, രോഗം ബാധിച്ച ഭാഗം ഏതാണെന്ന് തിരിച്ചറിയുക. രണ്ടാമത്, അത് സുഖപ്പെടണമെന്ന പൂർണ്ണമായ മനസ്സോടെ നിങ്ങളുടെ ഊർജം മുഴുവൻ അവിടെ കേന്ദ്രീകരിക്കുക. അവസാനമായി, നിങ്ങളുടെ കൈപ്പത്തികൾ ആ ഭാഗത്ത് വെക്കുകയോ അല്ലെങ്കിൽ പതുക്കെയൊന്ന് മസാജ് ചെയ്യുകയോ ചെയ്യുക. ആ ഒരു സ്പർശനത്തിലൂടെ നിങ്ങളുടെ ശരീരത്തിലെ പോസിറ്റീവ് ഊർജം രോഗമുള്ള ഭാഗത്തേക്ക് പ്രവഹിച്ച് പതിയെ ആശ്വാസം നൽകാൻ തുടങ്ങും. അപ്പോൾ ശക്തിയുടെ ഉറവിടം എവിടെയാണെന്നും അത് എങ്ങനെ ഉപയോഗിക്കണമെന്നും നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഈ പ്രക്രിയയെ 10 മടങ്ങ് ശക്തമാക്കുന്ന ഒരു ഘടകം കൂടിയുണ്ട്. അതാണ് നമ്മുടെ മൂന്നാമത്തെയും അവസാനത്തെയും ഡയമണ്ട് സൂത്രം, ഒരു ആംപ്ലിഫയർ പോലെ പ്രവർത്തിക്കുന്ന ഒന്ന്. ഇതിലെ ഏറ്റവും വലിയ ഊർജവർദ്ധകം നമ്മുടെ ഇച്ഛാശക്തി തന്നെയാണ്. ഇത്തരം രോഗശാന്തി പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ വിശ്വാസവും ഇച്ഛാശക്തിയും എത്രത്തോളം ശക്തമാണോ അത്രയും വേഗത്തിൽ നിങ്ങൾക്ക് ഫലം ലഭിക്കും. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സാണ് ഈ ഊർജത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ ശക്തി. അപ്പോൾ ഇത്രയും കേട്ടതിനു ശേഷം ഞാൻ നിങ്ങളോട് നേരിട്ട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ അത്ഭുതകരമായ ആത്മവൈദ്യുതിയെ ഉണർത്താനും അതിനെ പ്രയോജനപ്പെടുത്താനും നിങ്ങൾ തയ്യാറാണോ? ഒന്നോർക്കുക, നിങ്ങളുടെ ആത്മവൈദ്യുതിയെ ഒന്ന് ഉണർത്തുകയേ വേണ്ടൂ. രോഗങ്ങൾ സുഖപ്പെടുത്താൻ കഴിവുള്ള, ഒരു പൈസ പോലും ചെലവില്ലാത്തതും എന്നാൽ അതിശക്തവുമായ ഈ ഔഷധം മറ്റെവിടെയുമല്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് തിരിച്ചറിയുക. ആ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയുക, അതിനെ ഉപയോഗിക്കുക.